ഡേ കെയറിലൊക്കെ കുഞ്ഞുങ്ങളെ വിടേണ്ട ആവശ്യമുണ്ടാവും. ഡയപ്പർ അനുവദിക്കുന്ന ഡേ കെയറുകളുണ്ട്, അല്ല ചില ഡേ കെയറുകളിൽ എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് എന്തോ എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ അറിയാമോ? ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇടാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂറൊക്കെ കൂടുമ്പം ഇവർ നിക്കറിൽ മൂത്രം ഒഴിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ ബാത്റൂമിൽ കൊണ്ടുപോയി അങ്ങ് ഒഴിപ്പിക്കുക. അതാണ് എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ. അത് ഈ ചില സ്കൂളുകളിലൊക്കെ ചെയ്യും. ഡയപ്പർ വേണ്ടാന്ന് പറഞ്ഞ് അവർ കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ പിള്ളേരെല്ലാം കൂടെ ലൈനായിട്ട് ഇടയ്ക്ക് 1 മണിക്കൂർ കൂടുമ്പോഴോ 3/4 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഇവരിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും കൂടെ പോകുന്ന ഒരു പോക്കാണല്ലോ, ബാത്റൂമിലേക്കാണല്ലോ പോകുന്നത്, എന്തായാലും അവിടെ പോയി നിൽക്കുകയാണല്ലോ. അങ്ങനെ ഇവർ ചെയ്യും. അങ്ങനെ ചെയ്ത് മേത്തൊന്നും മൂത്രമാവുന്ന ഇഷ്ടമല്ലാത്തൊരവസ്ഥ വരും. കാരണം എപ്പോഴും പുറത്ത് ചെയ്തിട്ട് നമ്മൾ ഒരിക്കൽ നമ്മുടെ മേത്തായി നമ്മൾ സോയിൽഡ് ക്ലോത്ത്സ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതിനുള്ള ഒരു അറപ്പങ്ങ് പോകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ വഴി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം പിള്ളേർ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ആണ് സ്കൂളിലൊക്കെ വിടുന്നതെങ്കിൽ ഈ ആ ഒരു ചടപ്പ് കാരണം അവർ പിന്നെ അങ്ങനെ നിക്കറിലൊന്നും മൂത്രം ഒഴിക്കാതാവും. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ കൊച്ചു പോട്ടി ട്രെയിൻഡ് അല്ല, അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടുള്ള സ്കൂളുകൾ വിടുക. അല്ലാതെ അവരെ ഷെയിം ചെയ്യുന്ന അല്ലേ ആ ചെക്കൻ വീണ്ടും നിക്കറി മൂത്രം ഒഴിച്ചു എന്നൊക്കെ പറയുന്ന ചേച്ചിമാരും ആൻറ്റിമാരും ടീച്ചർമാരും ഒക്കെ ഉള്ള സ്ഥലത്ത് വിടാതിരിക്കുക. അത് കുഞ്ഞിൻ്റെ തെറ്റല്ല, അത് കുഞ്ഞ് ട്രെയിൻഡ് ആവേണ്ട ഒരു മേജർ മൈൽ സ്റ്റോൺ ആണ്. അത് എത്തുന്നിടം വരെ നമ്മൾ മാനസികമായിട്ട് അതൊരു പ്രശ്നമാക്കി കുഞ്ഞുങ്ങൾക്ക് നെഗറ്റീവ് വൈബ്സ് അതിന് കൊടുക്കരുത്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒന്നും ഞാൻ ഡയപ്പർ ഇടിച്ചു വിടാം, അല്ല നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഡയപ്പർ ഇടിക്കാതെ വിടാം. അങ്ങനെയുള്ളപ്പം ആക്സിഡൻസും അവർ തന്നെ മാനേജ് ചെയ്യണം. കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ കുഞ്ഞു പിള്ളേരുടെ ഡേ കെയർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യാനാണല്ലോ നമ്മൾ ഫീസൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം വേണ്ട, കുഞ്ഞുങ്ങൾ പോട്ടി ട്രെൻഡ് ആയിക്കോളും.